NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഭരണ മികവിന് മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് കോട്ടയം ജില്ലയിലെ കുമ്മണ്ണൂർ മെഡിക്കൽ മിഷൻ ആശുപത്രി. ഒരു കാലത്ത് ഓപ്പറേഷൻ തിയേറ്ററും നഴ്സിംഗ് കോളേജും അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ വിഷപ്പാമ്പുകൾ മാത്രം വിഹരിക്കുന്നിടമായി മാറിയിരിക്കുകയാണ്. മുൻ NSS ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണന്റെ പരിശ്രമ ഫലമായി നാട്ടുകാർ സംഭാവനയായി നൽകിയ പണവും ഭൂമിയും ഉപയോഗിച്ചായിരുന്നു ഈ ആശുപത്രി നിർമ്മിച്ചത്. സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഒരു കാലത്ത് ലഭിച്ചിരുന്നു. എന്നാൽ നാരായണ പണിക്കർ NSSൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിൻസീറ്റ് ഡ്രൈവ് നടത്തിയിരുന്ന സുകുമാരൻ നായരുടെ കിടങ്ങൂരിനോടുള്ള വ്യക്തി വിരോധമാണ് ആശുപത്രി അടച്ചിടുന്നതിലേക്ക് വഴിവെച്ചതെന്നാണ് NSSനുള്ളിൽ തന്നെയുള്ള സംസാരം. കുമ്മണ്ണൂരിലെ ആശുപത്രിക്ക് പുറമെ ഓച്ചിറ, നാവായിക്കുളം, പൂണിത്തുറ, പനത്തടി എന്നിവിടങ്ങളിലെയും മെഡിക്കൽ മിഷൻ ആശുപത്രികൾ സുകുമാരൻ നായർ അടച്ചുപൂട്ടിയവയിൽ പെടുന്നു. മാത്രവുമല്ല, പെരുന്ന, കറുകച്ചാൽ നഴ്സിംഗ് കോളേജുകളും ഈ കാലയളവിൽ പൂട്ടിയവയിൽ പെടുന്നു. കൂടാതെ NSS ആശുപത്രികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മാത്രം പ്രവർത്തന നഷ്ടം 3.5 കോടിയോളം വരുമെന്നാണ് കണക്കാക്കുന്നത്. കുമ്മണ്ണൂർ ആശുപത്രിയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇത്രമാത്രം. ഇവിടെ ഈ ആശുപത്രി ഉണ്ടായത് 1970 കാലഘട്ടങ്ങളിലാണ്. 1970-75 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ആശുപത്രി സ്ഥാപിതമായിട്ടുള്ളത്. ഇവിടെ ഈ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് വളരെ ബഹുമാന്യനായ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ ഈ നാട്ടുകാർക്കൊക്കെ വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിനോട് ചേർന്ന് ഇവിടുത്തെ കരയോഗ അംഗങ്ങളും എല്ലാം കൂടെ വന്ന് ഇവിടെ ഈ സ്ഥലം പരിശോധിക്കുക. അന്നൊന്നും വളരെ വികസിച്ച ഒരു പ്രദേശം ആയിരുന്നില്ല ഇത്. ഇവിടെ ഒരു നടക്കരുതാംകുന്നൊക്കെ ആയിരുന്നു അതിനു മുമ്പുള്ള കാലങ്ങളിൽ ഈ സ്ഥലം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നാട് വികസിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇപ്പൊ നടക്കാംകുന്ന് എന്നുള്ള പേരായത്. അപ്പൊ ഇവിടെ ഒരു ആശുപത്രി വരിക എന്ന് പറയുമ്പോൾ നാട് വികസിക്കുന്ന ഒരു കാര്യമാണല്ലോ, നല്ല കാര്യമാണല്ലോ എന്ന് കരുതി. അപ്പൊ അവരിവിടെ വന്നിട്ട് മറ്റേ മണിസാർ എന്നാണ് ഞങ്ങൾ കിടങ്ങൂർ ബാലകൃഷ്ണ സാറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം മണിസാറും ആൾക്കാർ ഇവിടെ വന്ന് ഇന്ന പോലെയുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള വിവരം പറഞ്ഞപ്പം അച്ഛൻ്റെ അടുക്കലാണ്, എൻ്റെ അച്ഛൻ്റെ അടുക്കലാണ്. ഞങ്ങളിവിടെ ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരാണ്. ഈ ക്ഷേത്ര ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പൊ ഞങ്ങളിവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇല്ലത്തിൻ്റെ വകയായിട്ട്. അപ്പം അവര് ഇത് വന്നു കഴിഞ്ഞപ്പം കുറച്ച് സ്ഥലം ആവശ്യം ആയിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാം എന്നുള്ളതായ ഒരു താല്പര്യം പറഞ്ഞപ്പം അച്ഛന് വളരെ ഇങ്ങനെയുള്ള കാര്യത്തിൽ, നാട് വികസിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഒരു ഉദാരമനസ്കനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പം സ്ഥലം ഏകദേശം ഇത്ര സ്ഥലങ്ങളാണ് വേണ്ടത്. അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു 1 ഏക്കർ സ്ഥലം ദാനമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായിട്ടുള്ള ഭാഗത്ത്, തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടുള്ളത് തരാം. അപ്പൊ ആ കാലത്ത് ഇവിടെ ഈ NSS കരയോഗത്തിന് ഒരു കരയോഗ മന്ദിരം അതിനോടനുബന്ധിച്ച് ഒരല്പ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനോട് ചേർന്ന് 1 ഏക്കർ സ്ഥലം ദാനമായിട്ട്. അപ്പൊ ഇതൊരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു സന്തോഷം, വളരെ നാട് വികസിക്കുന്നതിന്റെ ഒരു സന്തോഷം. അപ്പൊ അതുകൊണ്ട് അച്ഛന് യാതൊരു തരത്തിലുള്ളതായ എതിർപ്പുകളും പറയാതെ, അതിന് യാതൊരു നയാ പൈസ പോലും വാങ്ങിക്കാതെ 1 ഏക്കർ സ്ഥലം ദാനമായിട്ട് കൊടുത്തു. വളരെ ഉത്തരവാദിത്വത്തോടെയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ പണികൾ, ഇത് NSSന്റെ ഹോസ്പിറ്റലിന്റെ പണികൾ ആരംഭിച്ചു. കുറഞ്ഞൊരു കാലഘട്ടം കൊണ്ട് തന്നെ ആ പണി പൂർത്തീകരിച്ച് NSSന്റെ ഹോസ്പിറ്റല് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും ധാരാളം സ്റ്റാഫുകളും ഒക്കെ വന്നത്. ഇപ്പം ഞാൻ ആ കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളും നാട്ടുകാരുടെ സന്തോഷമൊക്കെ. അപ്പൊ അങ്ങനെ ഇവിടെ ഇത് പ്രവർത്തനം ആരംഭിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ടായിരുന്നുകൊണ്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗികൾ ഇവിടെ വരികയും റബ്ബർ ബോർഡിന്റെ വകയായിട്ട് ഇതിന്റെ ഈ ഹോസ്പിറ്റലിന് അനുബന്ധമായിട്ട് ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കി
അതും NSSന് ദാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇവിടെ നഴ്സിംഗ് സ്റ്റുഡൻസ് നഴ്സിംഗ് സ്കൂള് ആരംഭിച്ചു. ഏകദേശം ഒരു 60-80 പെൺകുട്ടികൾ ഇവിടെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ആ കുട്ടികളെല്ലാം ഇവിടെ അമ്പലത്തിൽ വരികയും തൊഴുകയും പരിപാടികളൊക്കെ നടത്താനൊക്കെ വരികയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടുന്ന് പഠിച്ച് പാസ്സായി പോയ ഒത്തിരി പേര് വളരെ ജോലിക്കാരായിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും അവരൊക്കെ ദൂരെയുള്ളവർ. അവരൊക്കെ ഇവിടെ വരുമ്പോ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാനായിട്ട് കയറി വരുമ്പോ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥ കാണുമ്പോഴത്തേന് സത്യത്തിൽ അവർ കരയുന്നത് വരെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇവിടെ ഏതായാലും എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഇത് ഏത് അവസ്ഥയിലാണെന്നറിയത്തില്ല, വളരെ കഷ്ടം എന്ന് മാത്രമേ പറയാറുള്ളൂ. നമ്മൾ ഏതായാലും ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറ് പോലും ഇല്ല. കാട് പിടിച്ച് കിടക്കുക. കണ്ട ഈ ജീവികളൊക്കെ ഉണ്ട് അവിടെ. ധാരാളം പാമ്പ്, പട്ടി, എല്ലാ കൂട്ടവും ജീവികളുടെ ഒരു ഉപദ്രവം ഉള്ള ഒരു പ്രദേശം. നാട്ടുകാർക്ക് ഇപ്പൊ ഒരു ശല്യമായിരിക്കാം ഇപ്പൊ ഈ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഞാന് ഈ സ്ഥലം ഏത് അമ്പലത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു കിട്ടുമോ എന്നറിയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കിയായിരുന്നു. അത് പിന്നെ ശരിയായില്ല. അതിന്റെ വിവരങ്ങളൊന്നും പിന്നീടൊന്നും കിട്ടിയില്ല. ഞാനൊരു അപേക്ഷയൊക്കെ എഴുതി കൊടുത്തിരുന്നു. അതിന്റെ മറുപടി ഒന്നും കിട്ടിയില്ല. വേണമെങ്കിൽ അതിന് പകരം വേറെ സ്ഥലം തരാം, ക്ഷേത്രത്തിന്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ഞാൻ ഒരു അപേക്ഷ അവിടെ കൊടുത്തു. അത് കൊടുത്തിട്ട് വേണമെങ്കിൽ അത്രേ അളവിലുള്ള സ്ഥലം വേറെ തരാം, ഈ ക്ഷേത്രം ഇങ്ങോട്ട് തരികയാണെങ്കിൽ. ഇവിടെ ക്ഷേത്രം നല്ലതായിട്ട് വികസിച്ച് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഒരു കല്യാണ മണ്ഡപമോ ഏതെങ്കിലും ഒരു ഊട്ടുപുരയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ, അല്ലെങ്കിൽ വൃദ്ധസദനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ച് ഞാൻ ഒരു അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അത് അറിയിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് അതിന്റെ ബാക്കി വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല. അദ്ദേഹം ഈ കിടങ്ങൂർ ബാലകൃഷ്ണപിള്ള ഇന്നപോലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് പോകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ വന്ന് അദ്ദേഹം ഈ നാട്ടുകാരനായിരുന്നു. ഈ ഇവിടുത്തെ അമ്പലത്തിലെ ഒരു നല്ല ഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹം പോയപ്പോഴും സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് പോയതിനു ശേഷവും പല പ്രാവശ്യം ഇവിടെ വരികയും വളരെ പോലീസ് അകമ്പടിയോടുകൂടിയൊക്കെ വളരെ അപ്പൊ ഞങ്ങളൊക്കെ വളരെ അഭിമാനിച്ചു. ഈ നാടിന് ഇത്ര ഒരു വീരപുത്രൻ ഉണ്ടായല്ലോ, അത് നന്നായല്ലോ, ഈ നാടിന്റെ പേര് കിടങ്ങൂർ എന്നുള്ള ഒരു പേര് എല്ലായിടത്തും എത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ അഭിമാനിച്ച ഒരു കാലമായിരുന്നു അത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് കിട്ടിയ ഇതാണ്. പക്ഷെ ഇതിനകത്തെ ഈ NSSനകത്തെ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇതെന്നറിയില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അറിയുന്നുണ്ട് ഇതുപോലെ പല പ്രസ്ഥാനങ്ങളും ഇതുപോലെ ഏകദേശം നാശോന്മുഖമായിട്ട് കിടക്കുന്നതായിട്ട് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം നമുക്കിതേക്കുറിച്ച് അത്ര വലിയൊരു, പക്ഷെ ഇപ്പോഴും നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല പ്രസ്ഥാനം ഈ കെട്ടിടം കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്ഥലം കൊണ്ടോ NSS തന്നെ ഉണ്ടാക്കി അത് നല്ല രീതിയിൽ വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. 16 വർഷമായിട്ടത് നടക്കും. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഗൈനക്കോളജി ഭാഗമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ പറഞ്ഞാൽ എന്തോ സ്റ്റാഫിന്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കാം വളരെ ബുദ്ധിമുട്ടായിപ്പോ. 8-10 ഡോക്ടർമാർ ഇന്നൊരു സ്ഥലമാണ്. ഇപ്പൊരു 17 വർഷത്തോളമായി ഇപ്പം നിന്ന് പോയത്. ഈ ആശുപത്രി പിന്നെ ഇടക്കാലത്ത് ഒരു ആയുർവേദ ആശുപത്രി വന്നായിരുന്നു. അതൊരു 3-4 വർഷത്തിൽ കൂടുതലൊന്നും നിന്നില്ല, അതും നിന്നുപോയി. എന്താ ഇങ്ങനെ അടഞ്ഞു പോകാനുള്ള കാര്യം എന്തെങ്കിലും അറിയോ? നമ്മുടെ കുറിച്ച് എനിക്കറിയില്ല. ഈ നാട്ടുകാരെന്ന നിലയിൽ ഈ ആശുപത്രി പോയാല് ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കൊക്കെ ഓടി വന്നു 5 മിനിറ്റോളം നമുക്ക് വീട്ടിലേക്ക് പോകട്ടെ. ഏത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി വരായിരുന്നു. പക്ഷെ നിന്ന് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പം കിടങ്ങൂരോ അല്ലെങ്കിൽ ഇപ്പം മെഡിസിറ്റി വന്ന് എയർപോർട്ടോ അങ്ങനെയൊക്കെ പോകണം. ഇത് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഞങ്ങൾക്ക് കയറാൻ വഴി ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടായിപ്പോൾ.